ഗൈസ് ഞങ്ങൾ അമ്മമ്മയുടെ വീട് വരെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു 4-5 മണിക്കൂറത്തെ യാത്രയുണ്ട്. കാറിലാണെങ്കിൽ വേഗം എത്തും. ബസ്സിലാവുമ്പോൾ പിന്നെ നമ്മൾ മാറി മാറി കയറി ഒരു സമയമാവും. യൂഷ്വലി ഞങ്ങൾ ഈ ഹോട്ടലിൽ നിന്ന് പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ കഴിച്ചിട്ടാണ് ബസ്സിൽ കയറാറുള്ളത്. നൈനിനാണെങ്കിൽ ഇവിടുത്തെ ചിക്കൻ കറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നൈൻ എപ്പോഴും പറയും നമുക്ക് ഈ ഹോട്ടലിൽ കയറാമെന്ന്. എപ്പോഴും ഞങ്ങൾ രാവിലെയാണ് ഇറങ്ങാറുള്ളത്. ഇതിപ്പോൾ വൈകുന്നേരമായി. അങ്ങനെ അവിടെ എത്തിയപ്പോഴേക്കും രാത്രിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നൈനു ആണെങ്കിൽ വിഷുവിന് കത്തിച്ചതിൻ്റെ ബാലൻസ് കമ്പിപ്പൂത്തിരിയൊക്കെ ഇല്ലേ, 1-2 കമ്പിപ്പൂത്തിരിയൊക്കെ കൈ പിടിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് കത്തിക്കുന്ന കണ്ടിട്ട് അടുത്തുള്ളവരൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താ വിഷു ഇതുവരെ കഴിഞ്ഞില്ലേ എന്ന്. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് നൈനും കാണാനും ഷെയർ ചെയ്യാം കേട്ടോ. ഈക്വലി ഷെയർ ചെയ്യുന്നതാണ് ഈ കാണുന്നത്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്തെ പാപ്പൻ കുറേ കമ്പിപ്പൂത്തിരി വാങ്ങിക്കും കേട്ടോ. ഞങ്ങളാണെങ്കിൽ കുറേ കുട്ടികളുണ്ട്. അങ്ങനെ പാപ്പൻ കസേരയിലൊക്കെ ഇരുന്ന് എല്ലാവർക്കും ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ വീതിച്ച് വീതിച്ച് തരും. ഇത് കണ്ടപ്പോൾ എനിക്കതാ ഓർമ്മ വന്നത്. ഇവിടെ ഞങ്ങളുടെ വീട്ടിലും അങ്ങനെ തന്നെ ശ്രീയേട്ട ഒത്തിരി കമ്പിപ്പൂത്തിരി വാങ്ങിക്കും. എന്നിട്ട് ഞങ്ങളുടെ വീട്ടിലും അടുത്തുള്ള വീട്ടിലും എല്ലാ കുട്ടികളും കൂടിയിട്ടാണ് ഇതൊക്കെ കത്തിച്ച് തീർക്കുക കേട്ടോ. യാത്ര ചെയ്തതിൻ്റെ ക്ഷീണമൊക്കെ നൈനുനുണ്ട്. പക്ഷെ നൈന കുറച്ച് കഴിയും ഉറങ്ങാനൊക്കെ. നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് രാവിലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ സെറ്റാണ്. പുതിയ ബ്രഷും പേസ്റ്റും ഒക്കെ ആയിട്ട് നൈന പല്ല് തേക്കാനുള്ള ഒരുക്കത്തിലാണ്. ഈ അലക്കല് കണ്ടോ, ഇത് നല്ല വലിപ്പമുണ്ട് കേട്ടോ. നല്ല നീളവും വീതിയും ഒക്കെ ഉണ്ട്. മുറ്റത്ത് നിൽക്കുമ്പോൾ നൈനയുടെ ഫേവറേറ്റ് പ്ലേസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇവിടെ ഇരിക്കാൻ നൈനയ്ക്ക് നല്ല ഇഷ്ടമാണ്. നൈനനെ ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ പൂച്ചകളും പൂച്ചക്കുട്ടികളൊക്കെ അങ്ങോട്ട് വരലുണ്ട്. നൈന അവർക്ക് ഫുഡൊക്കെ കൊടുക്കലുണ്ട്. നൈനനെ തൊടാനൊക്കെ സമ്മതിക്കും കേട്ടോ. സാധാരണ പൂച്ചകളാണെങ്കിലും ഇവറ്റകളെ കാണാൻ നല്ല ഭംഗിയാണ്. വെള്ള നിറത്തിൽ നല്ല ഭംഗിയുള്ള വാലുകളും അതുപോലെ നീല നിറത്തിലുള്ള കണ്ണൊക്കെയാണ് ഇവറ്റങ്ങൾക്കുള്ളത്. ഞങ്ങളെപ്പോഴും കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ് വാങ്ങിക്കൽ. അപ്പോൾ ഈ പേസ്റ്റ് കണ്ടപ്പോൾ നൈന ഇങ്ങനെ എടുത്തെടുത്ത് കാണിച്ചു തരികയാണ്. ഈ സോപ്പ്, പേസ്റ്റ് ഇങ്ങനത്തെ ചില സാധനങ്ങളൊക്കെ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യാൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പൂച്ചയാണത്. ഇതിൻ്റെ മേത്ത് നിറച്ച് ചളിയുണ്ട് ഇപ്പോൾ. ഞങ്ങളുടെ ചാർലിക്ക് പൂച്ചേനെ കാണുന്നതേ ഇഷ്ടമല്ല. അവർ ഈ കോമ്പൗണ്ടിലേക്ക് കടന്നാൽ കുറച്ച് തുടങ്ങും. നൈന ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങളിതാ അരിനെല്ലിക്ക പറിക്കുകയാണ്. കുറേ ഉണ്ടായിട്ടുണ്ട്. ഇത് പച്ചയ്ക്ക് തിന്നാൻ നല്ല പുളിയാണ്. പക്ഷെ ഉപ്പിലിട്ടച്ചാൽ അച്ചാറിട്ടച്ചാലൊക്കെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഞങ്ങൾ അയിനിച്ചക്കയും ഞാവൽപ്പഴമൊക്കെ ട്രൈ ചെയ്തു. അയിനിച്ചക്ക എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞു ചക്കയാണ്. ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല. ഒരു പുളിയും മധുരവും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ടേസ്റ്റാണ്. കുഞ്ഞു കുഞ്ഞു ചുളകളാട്ടോ ഇതിൻ്റെ ഉള്ളിലുള്ളത്. പിന്നെ ഞാവൽപ്പഴം നന്നായിട്ട് കഴുകി ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇത് കഴിക്കുക. അപ്പോഴാണ് അതിൻ്റെ ഉപ്പൊക്കെ അതിൽ പിടിക്കുകയുള്ളൂ. പണ്ടൊക്കെ ഞങ്ങളിത് ഉപ്പിട്ട് കുറച്ച് നേരം വെയിലത്തൊക്കെ വെച്ചിട്ടായിരുന്നു കഴിച്ചിരുന്നത്. നല്ല ടേസ്റ്റായിരുന്നു.